എന്തുകൊണ്ടാണ് സ്ത്രീകളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ഫിസിക്കലി ശേഷി കുറവായതുകൊണ്ടാണോ? സ്ത്രീകളെ ബസ്സിനകത്ത് പുരുഷന്മാർ അറ്റാക്ക് ചെയ്യും. ഒരിക്കലും ഒരു സ്ത്രീ പുരുഷനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകില്ല. അതേസമയം ഈ പുരുഷന്മാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പുരുഷന്മാരെ അറ്റാക്ക് ചെയ്യുന്നത്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാൻ, നമ്മൾ അവിടെ പ്രതികരിക്കാറില്ല. അപ്പൊ പ്രതികരിക്കാത്തത് തന്നെയാണ് നമുക്കിതിന് ഇങ്ങനെയുള്ള ഒരു അപകടം ഉണ്ടാകാൻ കാരണം. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഈ മേഡത്തിന് ആരെങ്കിലും ഇതുപോലെ ഒന്ന് കയറി ചുറ്റിപ്പിടിക്കുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനൊരു അതിക്രമം ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. ചില സമയങ്ങൾ നമ്മൾ ഒറ്റയ്ക്കാവുന്ന അവസരങ്ങളിൽ നമുക്കതിന് എന്തെങ്കിലും ഒരു അപകട സാഹചര്യം ഉണ്ടായാൽ അവിടെ ആര് ഫൈറ്റ് ചെയ്യണം? നമ്മളെ തന്നെ ഫൈറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെൽഫ് ഡിഫൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിൽ സെൽഫ് ഡിഫൻസിന്റെ ആവശ്യകത ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? അതിക്രമ സാഹചര്യങ്ങൾ ഒത്തിരിയാണ് അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ ആവുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ, അപ്പൊ ശരിക്കും നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ ഗേൾസും ബോയ്സും ഉൾപ്പെടും. അപ്പോൾ അവിടെ കുട്ടികൾക്കെതിരെ ഒരുപാട് അതിക്രമ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആൺകുട്ടികളും സേഫ് അല്ല. എന്നാൽ മുതിർന്ന സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സ്ത്രീകൾ സുരക്ഷിതരാണോ? മുതിർന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ സുരക്ഷിതരാണോ? അല്ല. എന്നാൽ പുരുഷന്മാർ സുരക്ഷിതരാണോ? 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ സുരക്ഷിതരാണോ? അല്ല. ആണോ അല്ലയോ? ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ ഒരു 50 വയസ്സായ പുരുഷൻ ആരെങ്കിലും പീഡിപ്പിച്ചെന്നോ, അല്ലെങ്കിൽ ഒരു 65 വയസ്സായ പുരുഷൻ ആരെങ്കിലും പീഡിപ്പിച്ചെന്നോ നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അതിന് പകരം കേൾക്കുന്നുണ്ട് അവർ പരസ്പരം അവിടെ അടിക്കുകയോ വെട്ടുകയോ കുത്തുകയോ അങ്ങനെയുള്ള അതിക്രമ സാഹചര്യങ്ങൾ അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ളൊരു ലൈംഗിക അതിക്രമം അല്ലെ ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും നമ്മൾ പല പല വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷിതയാണോ? നമ്മൾ ഓരോ സ്ത്രീകളോടും കേൾക്കും സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അതിക്രമങ്ങൾ എന്തെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും പീഡനം എന്ന് പറയും അല്ലേ? പീഡനം എന്ന് പറയുമ്പോൾ അത് തന്നെ പലതരത്തിലുണ്ട്. അത് നമുക്കറിയാം. ഇങ്ങനെയുള്ള പീഡനം, ശാരീരിക പീഡനമുണ്ട്, മാനസിക പീഡനമുണ്ട്, ഗാർഹിക പീഡനമുണ്ട്, പിന്നെ സ്ത്രീധന പീഡനമുണ്ട്, ഏറ്റവും അവസാന ലൈംഗിക പീഡനമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരാ? സ്ത്രീകൾ തന്നെയാണ് അല്ലെ? എന്തുകൊണ്ടാണ് സ്ത്രീകളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ഫിസിക്കലി ശേഷി കുറവായതുകൊണ്ടാണോ? ആണോ? ഇപ്പൊ വേറെ ഒന്നുമല്ല. മേഡം ഒന്ന് മുന്നോട്ട് വരാമോ? വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ വേറെ ഒന്നുമല്ല അല്ലെ, പുള്ളിക്കാരി നിങ്ങൾ പരിചയമുള്ള വ്യക്തി അറിയണം, നിങ്ങളുടെ മീറ്റിംഗ്സ് എല്ലാം നിങ്ങൾ ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ഒന്നുമില്ല. ഇപ്പൊ എവിടെയെങ്കിലും ഈ മേഡം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അവസരത്തില് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഈ മേഡത്തിന് ആരെങ്കിലും ഇതുപോലെ ഒന്ന് കയറി ചുറ്റി പിടിക്കുന്നു. ഇങ്ങനെ പിടിക്കുമ്പോ എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായാൽ എന്ത് ചെയ്യും? മാക്സിമം മേഡം എന്താണ് ചെയ്യുന്നത്? അതാണ് എനിക്കറിയേണ്ടത്. എന്ത് ചെയ്യും? ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും? പെട്ടെന്ന് കുനിയാൻ നോക്കും. ഓക്കെ. എന്ത് ചെയ്ത് മാഡം ഡിഫൻഡ് അവിടെ ഒന്ന് കാണിക്കൂ. ഇങ്ങനെ നോക്കേയുള്ളൂ അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് ഇതാണ് അല്ലേ? എന്തെങ്കിലും ഒരു അതിക്രമം ഉണ്ടാവുമ്പോ അല്ലെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അതിക്രമ സാഹചര്യം ഉണ്ടാവുമ്പോ നമ്മൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇതുപോലെ മിക്ക ആൾക്കാരും അവിടെ പതറിപ്പോവില്ല, നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഇവിടെ ഇങ്ങനൊരു അതിക്രമം ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. വേറൊന്നുമല്ല. മേഡം ഈ മേഡത്തിന്റെ ഏതെങ്കിലും ഒരു വിരലൊന്ന് പിടിച്ചേ, ഏതെങ്കിലും ഒരു വിരൽ ഇളക്കിയെടുത്തേ. ആ വിരൽ ജസ്റ്റ് ഒന്ന് പുറകിലോട്ട് ഒടിച്ചു കൊടുത്തേ. ഒന്ന് ഒടിച്ചു കൊടുത്തോ, സാരമില്ല. ഓക്കെ. അപ്പൊ ഇവിടെ എന്തെങ്കിലും വലിയ കാര്യം എന്തെങ്കിലും ചെയ്തോ? നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്തില്ലല്ലേ? ഒരു അതിക്രമ സാഹചര്യം ഇതുപോലെ ഉണ്ടായപ്പോ അവിടെ ജസ്റ്റ് അയാളുടെ ഒരു ഫിംഗർ ഒടിച്ച് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇത്രയും മാത്രം മതി. പക്ഷെ ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞത് അറിവില്ലായ്മ, അതൊക്കെ ശരിയാണ് അല്ലെ? ഇങ്ങനെ ഒരാൾ പിടിക്കുമ്പോ ഇവിടെ നമുക്ക് ആ വിരൽ ഫിംഗർ ബ്രേക്ക് ചെയ്ത് രക്ഷപ്പെടാൻ നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചത് വേറൊന്നുമല്ല. ഞാൻ ചോദിച്ചു വന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? എല്ലാ അതിക്രമ സാഹചര്യവും നമ്മൾ പുരുഷന്മാർക്കെതിരെ അതിക്രമങ്ങൾ ഇല്ലാന്നല്ല, പുരുഷന്മാർക്കെതിരെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഫിസിക്കൽ സ്ട്രെങ്ത് കുറവാണെന്നൊരു ഫീലിംഗ് ആർക്കാ ഉള്ളത്? പുരുഷന്മാർക്ക് അങ്ങനെ. അത് നമുക്ക്, ഞാൻ ചോദിക്കുന്നത്, പുരുഷന്മാർക്കാണോ അങ്ങനെയുള്ള ചിന്തയുള്ളത്? നമുക്കാണോ? സ്ത്രീകൾക്കാണോ? നമ്മൾ സ്ത്രീകൾക്ക് തന്നെയാണ്. അപ്പൊ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് കുറവാണോ? അല്ല. ഒരു അപകടം വരുമ്പോൾ നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് കുറവാണ്. അല്ലാത്ത സമയം നമുക്കറിയാം നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടല്ലേ. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. ശരിക്കും ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് അല്ലെ, ഈ ഒരു വനിതാ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി എന്നൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞത്,
ഇപ്പൊ റീസെന്റ്ലി നിങ്ങളൊരു കേസ് കേട്ടോ, നമ്മുടെ വർക്കലയിൽ വെച്ച് അല്ലെ ഒരു 19 വയസ്സുകാരിയെ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അല്ലെ ഉപദ്രവിക്കാൻ ആ ഒരു കേസ് നമ്മൾ കേട്ടു. ഇതേ ഒരു സെയിം കാര്യം കുറേ വർഷങ്ങൾക്ക് മുന്നേ 2012 നമ്മുടെ ഡൽഹിയിൽ സംഭവിച്ചു, ഓർമ്മയുണ്ടോ? നിർഭയ ഗാങ് റേപ്പ് കേസ് അല്ലെ. ഏകദേശം 13 വർഷം ആയി. ഡിസംബർ ആകുമ്പോൾ 13 വർഷം തികയും അല്ലെ. എനിക്ക് ഡിസംബർ 16 തീയതി 2012 ഡിസംബർ 16 തീയതി ഇതുപോലൊരു പെൺകുട്ടിയെ സോറി അതല്ല ഞാൻ പറഞ്ഞത്, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സില് അല്ലെ 2012 ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടി എന്ത് ചെയ്തു, കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ലൈംഗികാതിക്രമം നടത്തി കൊലപ്പെടുത്തിയ ഒരു കേസ്. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, പിന്നെ ആ പെൺകുട്ടി മരണപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കേസ് 2016 കേസ് അല്ലെ, നമ്മുടെ സൗമ്യ കൊല കേസ്, അത് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസ്. അപ്പൊ ശരിക്കും ഞങ്ങൾ ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ 2012 നിർഭയ ഗാങ് റേപ്പ് കേസിനെ ആ ഒരു സംഭവത്തിന് ശേഷം അല്ലെ, നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്താണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊരു ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളവിടെ റെസ്പോണ്ട് ചെയ്യാത്തതാണ് അല്ലെ, നമ്മൾ പ്രതികരിക്കാത്തതാണ്. ഇപ്പൊ ഇവിടെ തന്നെ മാഡത്തിനെ പിടിച്ചു, എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോ, എന്തൊക്കെയോ ഒന്ന് പുലിയാന്നൊക്കെ പറഞ്ഞു, പക്ഷെ വേറെ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണ്. നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാൻ, നമ്മൾ അവിടെ പ്രതികരിക്കാറില്ല. അപ്പൊ പ്രതികരിക്കാത്തത് തന്നെയാണ് നമുക്കതിന് ഇങ്ങനെയുള്ള ഒരു അപകടം ഉണ്ടാകാൻ കാരണം. സാധാരണ സ്ത്രീകൾക്കെതിരെ ഉണ്ടെന്ന പ്രധാനപ്പെട്ട അതിക്രമങ്ങൾ എന്തൊക്കെയാ? അപ്പൊ റേപ്പ് കേസുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകളെ എടുക്കുമ്പോൾ 1-2 സ്ത്രീക്കെതിരെ അങ്ങനെയുള്ള റേപ്പ് കേസുകളുണ്ട്. അപ്പൊ അങ്ങനെ വലിയ വലിയ അല്ലെങ്കിൽ കൊലപാതക കേസുകളും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വലിയ വലിയ കേസുകളാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ല അല്ലെ. ചെറിയ കാര്യം, ചെറിയ ഇത് മുതൽ അല്ലേ, വേറെ എന്തൊക്കെയുണ്ട് നിങ്ങൾ തന്നെ പറയും, എന്തൊക്കെ അതിക്രമ സാഹചര്യങ്ങൾ പൊതുവെ നമ്മൾ കാണുന്നത്? ബസ്സിനകത്ത് എല്ലാവരും ബസ്സിലെ കാര്യം പറഞ്ഞല്ലേ, ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നവർക്കറിയില്ല ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ചോദിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പറയുന്നത് ബസ്സിനകത്ത് അതിക്രമങ്ങൾ. ബസ്സിനകത്ത് എന്ത് അതിക്രമം ഉണ്ടാകുന്നത്? തോണ്ടല്, മാന്തല്, പിച്ചല് അല്ലെ, വന്നത് പുറകെ സൈഡിൽ നിന്ന്. ശരി, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പുരുഷന്മാർക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ ബസ്സിനകത്ത്? അല്ലെ, പുരുഷന്മാർ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആരെങ്കിലും തോണ്ടാനോ പിച്ചാനോ സാറിന് ഉണ്ടായിട്ടുണ്ടോ? സീരിയസ് ആയിട്ട് പറയുന്നതാണോ? പണ്ട് ചിലപ്പോ ഇങ്ങനത്തെ റെയർ കേസുകളുണ്ട് കേട്ടോ. അതായത് ശരിക്കും ഒരു ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അതിക്രമം ഉണ്ടാവുമ്പോ ഇതുപോലുള്ള റെയർ അല്ലെ 1-2 പുരുഷന്മാർക്ക് അതിന് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകും. ശരിക്കും ഒരു പുരുഷനാണോ സാറിനെ അറ്റാക്ക് ചെയ്തത്, സ്ത്രീയാണോ? പുരുഷൻ. ഓക്കെ, ശരിക്കും അല്ല, അതാണ് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം കേട്ടോ. കാരണം ഇതുപോലുള്ള പല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം സ്ത്രീകളെ ബസ്സിനകത്ത് പുരുഷന്മാർ അറ്റാക്ക് ചെയ്യും. അപ്പൊ ഒരിക്കലും ഒരു സ്ത്രീ പുരുഷനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകില്ല. അതേസമയം ഈ പുരുഷന്മാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പുരുഷന്മാരെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു സാറിനുണ്ടായ അനുഭവമാണ്. അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്ത് പോയ സമയത്ത് റിസർവേഷൻ കമ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് സീറ്റിന്റെ തൊട്ട് താഴെ ഇരുന്നു. അപ്പം ആള് വിചാരിച്ചത് എന്താണ്, ഇരിക്കാൻ അല്ലെ, അല്ലെങ്കിൽ അയാൾക്ക് ഇരിക്കാൻ സീറ്റ് ഇല്ലാത്തത് കൊണ്ട് സ്വന്തം ഈ സീറ്റിന്റെ അടുത്ത് വന്നിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഇയാളുടെ കൈ മാറിയിട്ട് നേരെ സാറിന്റെ കാലിലേക്ക് പിടിച്ചു. അപ്പൊ ഇദ്ദേഹം കരുതി ഇരിക്കുന്നതിന് വേണ്ടി ആ ഒരു ഇതിന് വേണ്ടിയായിരിക്കും എന്ത് ചെയ്തത്, അങ്ങനെ തൊട്ടതെന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറെ സമയം കഴിയുമ്പോൾ ഈ കൈ എന്താണെങ്കിൽ മാറി ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ എഴയാൻ തുടങ്ങി. എന്നിട്ടും ഇദ്ദേഹം കരുതി ചിലപ്പോൾ പോക്കറ്റ് അടിക്കാൻ വേണ്ടി ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇയാൾ ചെയ്തത് നേരെ അദ്ദേഹത്തിന്റെ ആ പ്രൈവറ്റ് പാർട്സിലേക്ക് കയറി പിടിച്ചു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു അല്ലെ, ഇതിനു വേണ്ടിയാണ് അയാൾ ഈ ഇദ്ദേഹത്തിന്റെ സീറ്റിലെടുത്തിരുന്നതെന്ന് മനസ്സിലായത്. ചില പുരുഷന്മാർക്കെതിരെ അങ്ങനെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ അല്ലെ, ബസ്സിനകത്ത് ഒരുപാട് അതിക്രമങ്ങൾ. ഇനി ചില ആൾക്കാരുണ്ടല്ലേ മോശം കമന്റ്സ് പറയുന്നത്, സ്ത്രീകൾ നടന്നു പോകുന്ന സമയത്ത് മോശം കമന്റ്സ് പറയുന്നത്, അല്ലെങ്കിൽ ഷോയിസം അല്ലെ, സ്ത്രീകൾ പോകുന്ന സമയത്ത് എന്താണ് ലൈംഗിക അവയവങ്ങൾ പ്രദർശിപ്പിക്കുന്നത്, ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ മാല തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു, സ്ത്രീകൾ നടന്നു പോകുന്ന സമയത്ത് ശരീരഭാഗങ്ങളിലേക്ക് പിടിച്ചിട്ട് പോകുന്നു. ഒരുപാട് കേസുകൾ അല്ലെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു മാല പൊട്ടിക്കുന്നതൊക്കെ ഇപ്പൊ കുറവുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ശരീരഭാഗങ്ങളിലേക്ക് പിടിച്ചിട്ട് പോകുന്ന കേസുകൾ. അപ്പൊ ഇതൊക്കെ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശരിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, എന്താണ്, നമ്മൾ പ്രതികരിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ചോദിച്ചപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു ഞങ്ങൾ ഫിസിക്കലി വീക്കാണ്. പക്ഷെ നമ്മൾ തന്നെ സമ്മതിച്ചു കൊടുക്കുകയാണ്, ഞാൻ ഫിസിക്കലി വീക്ക് ആയത് കൊണ്ടാണ് എനിക്കിവിടെ പ്രതികരിക്കാൻ പറ്റാത്തത്.